ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫായിട്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെ വണ്ണം പോകാനായിട്ടുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകൾ സെലക്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. നല്ല എഫക്റ്റീവും കൂടിയാണ് കേട്ടോ. ഒരു 20 ദിവസം കൊണ്ട് തന്നെ കാലിൻ്റെ വണ്ണം നന്നായിട്ട് കുറയും ഈ എക്സസൈസ് മുടങ്ങാണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ കാലിൻ്റെ വണ്ണം കൂടുതലാണെങ്കിൽ കുറച്ച് വൃത്തികേടാണല്ലേ. പ്രത്യേകിച്ച് നമ്മൾ ജീൻസോ അല്ലെങ്കിൽ ലെഗിങ്സൊക്കെ ഇടുമ്പോഴായിരിക്കും ഇങ്ങനെ കാലിൻ്റെ വണ്ണം കൂടുതലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബോറായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ കുറയ്ക്കാനും കാലിൻ്റെ ആ ഫാറ്റൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ആവാനും കാലിന് നല്ല ഷേപ്പ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന എക്സസൈസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ എക്സസൈസ് ചെയ്യാനായിട്ട് ആദ്യം മലർന്ന് കിടക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന ആ ഒരു പൊസിഷനിലേക്ക് വരാം. നമ്മളുടെ ബോഡി ഫുള്ളായിട്ട് ഉയർത്തണം. വെയിറ്റ് ഫുള്ളായിട്ട് വരുന്നത് നമ്മുടെ പുറം ഭാഗത്തായിരിക്കും, ഷോൾഡറിൻ്റെ ഒരു ഭാഗത്തായിരിക്കും. സ്ട്രെച്ചിങ് ഫീൽ ചെയ്യണത് നമ്മളുടെ തൊടയുടെ എവിടെയായിരിക്കും. കാരണം ഫുള്ള് സ്ട്രെച്ചിങ് വരെ തൊടയുടെ അവിടേക്കാണ്. ഈ ഒരു പൊസിഷൻ നമ്മളൊരു 50 സെക്കൻഡ് മെയിൻറ്റെയിൻ ചെയ്യുക. തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ 50 സെക്കൻഡ് ഇങ്ങനെ നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് എത്ര സെക്കൻഡാണോ പറ്റണത് അത്രയും നേരം നിൽക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ആ ഒരു ഡ്യൂറേഷൻ കൂട്ടി കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ നിന്നതിന് ശേഷം തിരിച്ച് താഴേക്ക് ബോഡി കൊണ്ടുവരാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കാം. മലർന്ന് കിടന്നിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ വന്ന പൊസിഷനിലേക്ക് വന്നിട്ട് തിരിച്ച് ബോഡി താഴേക്ക് കൊണ്ടുവരാം. പിന്നെയും ഉയർത്താം, താഴേക്ക് കൊണ്ടുവരാം. ഇതൊരു 10 വട്ടം കൂടി ചെയ്യാം. ഇതാണ് ഒന്നാമത്തെ എക്സസൈസ്. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സസൈസ് ചെയ്ത് തുടങ്ങാം. ഒന്നാമത്തെ എക്സസൈസ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ക്ഷീണവും അതുപോലെ തന്നെ കിതപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ എക്സസൈസ് ചെയ്ത് തുടങ്ങിയാൽ മതിയിട്ടാ. അപ്പോൾ രണ്ടാമത്തെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റഡി ആയിട്ട് നിൽക്കുക. അതിനുശേഷം ഒരു കാല് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. ഞാനിപ്പോൾ ഇടത്തേക്കാലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ബാക്കിലത്തെ കാല് ബെൻഡ് ചെയ്തിട്ട് ബാക്കിലത്തെ കാലിൻ്റെ കാൽമുട്ട് ഫ്ലോറിൽ ടച്ച് ചെയ്യുക. തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരാം. ഇങ്ങനെ ഒരു 10 വട്ടമാണ് ചെയ്യേണ്ടത്. ഒരു സൈഡ് 10 വട്ടം ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി വലത്തേക്കാല് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ സെയിം എക്സസൈസ് തന്നെ 10 വട്ടം ചെയ്യണം. ഇന്നത്തെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എക്സസൈസ് എന്ന് പറയുന്നത് കാലിൻ്റെ വണ്ണം പോകാനായിട്ടുള്ള എക്സസൈസുകളിൽ വെച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നത് മാത്രം സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. എന്നാലും നമുക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ അന്നത്തെ ദിവസം രാത്രി അതേപോലെ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ നല്ല ബോഡി പെയിൻ ഉണ്ടാവും. പ്രത്യേകിച്ച് അരയ്ക്ക് കീഴ്പോട്ടായിരിക്കും നല്ല വേദന ഉണ്ടാവുക. അത് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ആദ്യമായിട്ട് എക്സസൈസ് ചെയ്തു. നാളെ രാവിലെ എണീക്കുമ്പോൾ നല്ല വേദന ഉണ്ടാവും എന്ന് വെച്ചിട്ട് നാളെ എക്സസൈസ് ചെയ്യാതിരിക്കരുത്. എക്സസൈസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ബോഡി പെയിൻ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അത് തന്നെ പൊക്കോളും. പക്ഷേ പിന്നെ അടുത്ത പ്രാവശ്യം എക്സസൈസ് ചെയ്യുമ്പോൾ പിന്നെയും ആ ഒരു പെയിൻ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വേദന മൈൻഡ് ചെയ്യാണ്ട് ഡെയിലി മുടങ്ങാണ്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഏതൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നമുക്ക് കാലുവേദന ഉണ്ടാവില്ല. ചില ആൾക്കാരുണ്ടാവില്ലേ, സ്റ്റെപ്പ് കയറിയാൽ കാലുവേദന വരാം, അതുപോലെ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ കാലുവേദന വരാം. ഇങ്ങനത്തെ എക്സസൈസൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ആക്റ്റീവായിട്ട് ഇരിക്കാനും പറ്റും. അതേപോലെ നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും ജോലികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ഷീണവും അതേപോലെ തന്നെ ബോഡി പെയിനും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ എക്സസൈസ് കഴിഞ്ഞു. 2 സൈഡിലും 10 വട്ടമാണ് ചെയ്തത്. ഇനി മൂന്നാമത്തെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മലർന്ന് കിടക്കുക. അതിനുശേഷം കാല് ഉയർത്തിയിട്ട് കൈകൊണ്ട് പരമാവധി ഇങ്ങനെ പുള്ള് ചെയ്യാനായിട്ട് നോക്കുക, അങ്ങനെ തള്ളി പിടിക്കാനായിട്ട് നോക്കുക. അതിനുശേഷം മറ്റേ സൈഡും ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെച്ചിങ് ഫീൽ ചെയ്യണത് തൊടയുടെ ഭാഗത്തായിരിക്കും. നന്നായിട്ട് സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും. അപ്പോൾ പരമാവധി നമ്മൾ ബാക്കിലേക്ക് ഇതുപോലെ കാല് കൈ കൊണ്ട് ഇങ്ങനെ പുള്ള് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ എൻ്റെ അപ്പർ ബോഡി ശ്രദ്ധിച്ചില്ല, നമ്മൾ മേൽഭാഗം അതായത് കഴുത്തൊന്നും ഉയർത്താൻ പാടില്ല. ഫുള്ളായിട്ട് തറയിൽ തന്നെ നമ്മൾ കിടന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അങ്ങനെ 2 സൈഡും ഒരു 10 വട്ടം ചെയ്യാം.
അടുത്ത എക്സസൈസ് ചെയ്യാനായിട്ട് നമ്മൾ മലർന്ന് കിടക്കുക. അതിന് ശേഷം കാലിതുപോലെ മേലേക്ക് ഉയർത്തുക. 90 ഡിഗ്രി മേലേക്ക് ഉയർത്തിയതിന് ശേഷം തിരിച്ച് താഴേക്ക് തന്നെ കൊണ്ടുവരാം. ഇതൊരു 10 വട്ടമാണ് കേട്ടോ ചെയ്യേണ്ടത്. തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയണ പോലെ നിങ്ങൾക്ക് എത്രയാണോ ചെയ്യാൻ പറ്റുക, ചിലപ്പോൾ 2 പറ്റുള്ളൂരിക്കും. അപ്പോൾ അത്രയ്ക്ക് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്താൽ മതി. ഓരോ ദിവസം കഴിയുന്തോറും എണ്ണം കൂട്ടി കൊണ്ടുവന്നാൽ മതി. ഇനി ലാസ്റ്റത്തെ എക്സസൈസിലേക്ക് കടക്കാം. സ്ക്വാട്ട് എക്സസൈസാണ്. അപ്പോൾ സ്ക്വാട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഷോൾഡറിൻ്റെ അതേ ലെവലിലായിരിക്കണം കാലകത്തി വെച്ചിട്ടുണ്ടാവുക. കാല് കൂടുതൽ അകത്തി വയ്ക്കാനും പാടില്ല, അതേപോലെ തന്നെ അടുപ്പിച്ച് വയ്ക്കാനും പാടില്ല. അതിനുശേഷം പരമാവധി നമ്മൾ ബോഡി ഇതുപോലെ താഴേക്ക് കൊണ്ടുവരാം. എത്രത്തോളം പറ്റുമോ അത്രയും താഴേക്ക് കൊണ്ടുവരാം. ഇങ്ങനെ ഒരു 20 വട്ടമാണ് ചെയ്യേണ്ടത്. തുടക്കക്കാർ ഒരു 5-6 വട്ടം ചെയ്യുക ആദ്യത്തെ ദിവസം. എന്നിട്ട് പതുക്കെ എണ്ണം കൂട്ടി കൊണ്ടുവരാം. ഒരു 20 വട്ടം ആക്കാനായിട്ട് നോക്കാം പരമാവധി. ഓക്കെ. പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ കയ്യിൽ യോഗ മാറ്റൊന്നും ഇല്ല എക്സസൈസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളതില്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ ഫ്ലോർ മാറ്റ് ഉണ്ടാവില്ലേ കാലൊക്കെ തുടയ്ക്കണത്, അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ താഴെ ഗ്രിപ്പ് ഉണ്ടോ എന്ന് നോക്കുക. ഫ്ലോർ മാറ്റിൻ്റെ മറ്റേ സൈഡിൽ ഗ്രിപ്പ് ഉണ്ടോ എന്ന് നോക്കുക. ഗ്രിപ്പ് ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ നിന്നിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഗ്രിപ്പ് ഇല്ലെങ്കിൽ ചിലപ്പോൾ സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. കിടന്നിട്ടും ഇരുന്നിട്ടുള്ള എക്സസൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രിപ്പില്ലാത്ത ഫ്ലോർ മാറ്റോ കാർപ്പറ്റോ ഇല്ലെങ്കിൽ പിന്നെ നമ്മളുടെ കട്ടിയുള്ള ബെഡ്ഷീറ്റൊക്കെ ഇല്ലേ, അത് 4ആയിട്ട് മടക്കിയിട്ടൊക്കെ ചെയ്യാം. നിന്നിട്ടൊക്കെ ചെയ്യുന്ന എക്സസൈസ് ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം മാത്രം. സ്ലിപ്പായി ചിലപ്പോൾ നമ്മൾക്ക് താഴേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇവിടെ കഴിയാൻ പോവുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി, യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു റിക്വസ്റ്റാണ്. ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.